അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രായനായ യേശുവിന്റെ സത്യ ഏക ദൈവത്തിന്റെ നാമത്തിന്, യേശു എന്ന സത്യ ഏക ദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബൈബിളിലെ ഓരോ വാഗ്ദത്ത വചനങ്ങളും ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ. നമ്മൾ കടന്നു പോകുന്ന കൈപ്പേറിയ അനുഭവങ്ങളിൽ വെറും ആശ്വാസ വാക്കുകൾ മാത്രമല്ല ഈ ഒരു വചനങ്ങൾ നമ്മൾക്ക്. നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമേറിയ അനുഭവങ്ങളാക്കി മാറ്റാൻ ഉതകുന്ന വളരെയധികം ശക്തിയുള്ള ജീവനുള്ള വചനങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങൾ. ഒരുപാട് വചനങ്ങളുണ്ട്. അതിൽ ഒരു വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ എനിക്ക് വളരെയധികം വിശ്വാസം നൽകിയത്, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നതുമായ ഒരു വചനം തന്നെയാണിത്. ഈ ഒരു വചനം എന്ന് പറഞ്ഞാൽ, സിയോനിൽ ദുഃഖിച്ചിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും വരത്തില്ല, ഒരു പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വചനമാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് കാണിച്ചു തരുന്ന ഒരു വചനമാണ്. അപ്പോൾ ഈ ഒരു വചനം പറയുന്നത്, സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ സിയോനിലെ ദുഃഖിതർക്ക് വേണ്ടിയുള്ള വചനമാണ്. ദുഃഖിതർക്ക് ആശ്വസിപ്പിപ്പാനും, ദുഃഖിതരെ വെറുതെ ആശ്വസിപ്പിപ്പാൻ എന്നുള്ളതല്ല. എത്ര തലത്തിലുള്ള മാറ്റങ്ങളാണ് ദൈവം ഈ ഒരു വചനത്തിൽ കൂടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വെണ്ണീറിന് പകരം അലങ്കാര മാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിലാപത്തിന് പകരം ദുഃഖിച്ചിരിക്കുന്നവർക്ക് സ്തോത്രഗീതം എന്ന മേലങ്കിയും അല്ലെങ്കിൽ സ്തുതിഗീതം എന്ന മേലങ്കിയുമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ചാരത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിലും, പ്രത്യാശ ഏറ്റവും നശിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിലും, ഈ ഒരു വചനത്തിൽ പ്രത്യാശ വെച്ച് ഈ ഒരു വചനം നിങ്ങൾ കൂടെ പറയുക. എത്ര തരത്തിലുള്ള രക്ഷയാണ് ദൈവം പ്രദാനം ചെയ്യുന്നത്. എത്ര ജീവനില്ലാത്ത ചൈതന്യമില്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും ഈ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം അന്ന് സൃഷ്ടിച്ച ഭൂമിയുടെ അവസ്ഥ, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. എർത്ത് വാസ് ഫോംലെസ് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഫോംലെസ്, രൂപരഹിതമായിരുന്നു, പാഴായിരുന്നു, ശൂന്യമായിരുന്നു, രൂപരഹിതമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ദൈവം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് തുടങ്ങുന്ന ജീവനുള്ള വചനങ്ങൾ ഭൂമിയുടെ അവസ്ഥയുടെ മേൽ പ്രഖ്യാപിച്ചതോടുകൂടി ഭൂമിയിൽ വന്ന മാറ്റങ്ങൾ. ഇന്ന് നമ്മൾ കാണുന്ന ഈ വൈവിധ്യമേറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഭൂമിയുടെ അന്നത്തെ അവസ്ഥ പാഴായും ശൂന്യമായും ആയിരുന്ന അവസ്ഥയായിരുന്നു. ഇതേ അവസ്ഥകളിൽ കൂടി ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതം ഇന്ന് പാഴായിരിക്കും, ശൂന്യമായിരിക്കും, രൂപരഹിതമായിരിക്കും, വെറും അന്ധകാരം മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ളത്. പക്ഷേ അന്ധകാരമായിരുന്ന, പാഴായ, ശൂന്യമായിരുന്ന ആ ഒരു ഭൂമിയുടെ മുകളിൽ കൂടി ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് വന്ന ഇതേ മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം കൊണ്ടുവരാൻ ഉതകുന്നവൻ തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. ഭൂമിക്ക് വന്ന ഈ ഒരു മാറ്റം പോലെ തന്നെ പാഴായ, ശൂന്യമായ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം പൂർണ്ണമായും മാറ്റം കൊണ്ടുവരും. വിശ്വസിക്കുക. വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോവുക. ഈ മേൽ പറഞ്ഞ പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഒരു സ്ത്രീയുടെ ജീവിത അവസ്ഥ. രൂത്തിന്റെ അമ്മായിയമ്മയായിരുന്ന നവോമിയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരുന്നു. ഭർത്താവും മക്കളും ഒക്കെ മരിച്ചുപോയി തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു വന്ന നവോമി എല്ലാവരോടും പറയുന്നത്, ദയവേത് എന്നെ നവോമി എന്ന് വിളിക്കരുത്, എന്നെ മാറ എന്ന് വിളിക്കുക, എന്നെ കയ്പ് എന്നർത്ഥമുള്ള മാറ എന്ന് വിളിക്കുക എന്നുള്ളത്. നവോമിയുടെ പേര് നവോം എന്നുള്ള ആ ഒരു ഹീബ്രു വാക്കിൻ്റെ അർത്ഥം പ്ലസന്റ് അല്ലെങ്കിൽ സ്വീറ്റ് എന്നാണ്. മധുരം ഉള്ള എന്ന അർത്ഥമുള്ള തൻ്റെ പേര് തന്നെ വിളിക്കുമ്പോൾ ഒരുപക്ഷെ നവോമിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, ഞാനൊരു പരിഹാസ കഥാപാത്രമാവുകയാണ്. ഇതുകൊണ്ട് തന്നെയായിരിക്കണം നവോമി എല്ലാവരോടും പറഞ്ഞത്, ദയവേത് എന്നെ അങ്ങനെ വിളിക്കരുത്, എന്നെ മാറ എന്ന് വിളിക്കുക എന്ന്. പക്ഷെ നവോമിയുടെ ജീവിതം കയ്പായിട്ട് തുടരുന്നില്ല. പാഴായി പോയ, ശൂന്യമായി പോയ, രൂപരഹിതമായി പോയ നവോമിയുടെ ജീവിതത്തിൽ പിന്നെ വരുന്നത് രൂത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ ബോവസിൽ കൂടി നവോമിയുടെ ജീവിതത്തിലും പിന്നെയും മധുരം ആ ഒരു കയ്പിൽ നിന്നും ഉണ്ടാവുകയാണ്.
പിന്നീട് രൂത്ത് എന്ന പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ സ്ത്രീകൾ നവോമിയോട് പറയുന്നു, നിന്നെ കൈവിടാത്തവനായ ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്ക് തന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ നവോമിയെ കണ്ട അതേ യഹോവ, അതേ ദൈവം, അതേ സത്യ ഏക ദൈവം നമ്മളുടെയും ഒക്കെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ, നമ്മുടെയൊക്കെ കൈപ്പേറിയ ജീവിതത്തെ മധുരമേറിയ അനുഭവങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്നവൻ തന്നെയാണ്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. നവോമിയുടെ ജീവിതത്തിൽ ഉണ്ടായ അതേ മാറ്റം, അതേ കയ്പിൽ നിന്നും മധുരം ആയി മാറിയ അനുഭവം നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം പൂർണ്ണമായിട്ടും നടത്തുക തന്നെ ചെയ്യും. പാഴായും ശൂന്യമായും രൂപരഹിതവുമായ അന്ധകാരമായിരുന്ന ആ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്നും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെ ശൂന്യമൊക്കെ ആണെങ്കിലും അവിടെയും ദൈവം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വന്ന് ചേരാൻ വേണ്ടി വചനത്തോട് ചേർന്ന് ഇരിക്കുക. ഏത് സങ്കടങ്ങളാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടാൻ സാത്താൻ കൊണ്ടുവരുന്നത് എങ്കിലും ആ ഒരു വചനങ്ങൾ, ഈ ബൈബിളിൽ കാണുന്ന വചനങ്ങൾ, സ്ക്രിപ്റ്റേഴ്സും ഒക്കെ നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നും ആ വേദനകളിൽ നിന്നും ദൈവത്തിലേക്കുള്ള പ്രത്യാശ നിങ്ങൾക്ക് നേടിത്തരുമാറാകട്ടെ. ഈ പ്രത്യാശ ഒരിക്കലും കൈവിടരുത്. ഈ പ്രത്യാശ കൈവിടുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളുടെ ജീവിതത്തിൽ കാണാതെ പോകുന്നത്. അപ്പോൾ എന്നും ദൈവത്തിൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുക. നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉള്ളത് കൊണ്ട് ഇനി മുതൽ കരയരുത്, ഇനി മുതൽ സങ്കടപ്പെടരുത്, ഇനി മുതൽ വിചാരപ്പെടരുത്, ആകുലപ്പെടരുത്. കാരണം നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. വെറും ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം മാത്രമല്ല, ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. പലർക്കും ദൈവവചനം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴുള്ള ഒരു ഇമ്പമാണ്, കേൾക്കുമ്പോഴുള്ള ഒരു ആശ്വാസമാണ്. മറിച്ച് ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വീണ്ടെടുപ്പും വലിയ മാറ്റങ്ങളും തരാൻ വേണ്ടി തന്നെയാണ്. ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, വെണ്ണീറിലിരിക്കുന്നവർക്ക് അലങ്കാര മാലയും, ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആനന്ദ തൈലവും, വിലാപത്തിലിരിക്കുന്നവർക്ക് സ്തുതിഗീതം എന്ന മേലങ്കിയും, വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ്, വീണ്ടെടുപ്പുകൾ തന്നെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഈ വീണ്ടെടുപ്പുകളൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ദൈവത്തിനുമായിട്ടുള്ള ആ ഒരു സാമീപ്യത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോയി വലിയ സാക്ഷ്യങ്ങളായിട്ട് നിങ്ങൾക്കും ജീവിതത്തിൽ പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഓരോ വചനങ്ങളും നിങ്ങൾ മനസ്സിൽ കരുതുക. സങ്കടങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഈ വചനങ്ങളൊക്കെ പറയുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇട കൊടുക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ വിശ്വാസം വേണ്ടത് തന്നെയാണ്. പുതിയ നിയമ കാലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ഏത് തരത്തിലുള്ള അത്ഭുതം പ്രവർത്തിക്കും, പക്ഷെ അതിന് നിങ്ങൾ ഇട കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഒരു തരത്തിലുള്ള നിരാശയ്ക്കും സങ്കടത്തിനും ഇട കൊടുക്കരുത്. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ കയ്പിനെ മധുരമാക്കാൻ, നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ സങ്കടത്തിനെ ആശ്വാസമാക്കാൻ, കരച്ചിലിനെ സന്തോഷമാക്കാൻ, വിലാപത്തിനെ ആശ്വാസഗീതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുന്നതാണ്. സോ കം fall in love with Jesus and fall in love with the word of God.